ഇനി നമുക്ക് പഠിക്കാനുള്ള പുതിയൊരു ടോപ്പിക്കാണ് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമുക്ക് യൂസ് ചെയ്യാം. സി ലാംഗ്വേജ് ആയിക്കോട്ടെ, അതുപോലെ C++ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സി ലാംഗ്വേജിലും അതുപോലെ C++ലും നമ്മൾ അറേസ് പരിചയപ്പെട്ടിരുന്നു. അറേസ് യൂസ് ചെയ്തിട്ട് അറേസിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ അറേസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡാറ്റാസിനെ നമ്മൾ മെമ്മറിയിലേക്ക് ഒരു സീക്വൻഷ്യലായിട്ട് 1/1 ആയിട്ട് ആ മെമ്മറി ലൊക്കേഷനിലേക്ക് ഇങ്ങനെ അടുക്കി വയ്ക്കുന്നതിനെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറേസ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സെയിം ഫങ്ഷൻ തന്നെയാണ് എന്തിനുള്ളത്, ഡാറ്റ സ്ട്രക്ചേഴ്സിനുള്ളത്. The data structure name indicates itself that organizing the data in memory. അതായത് ഡാറ്റ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് മെമ്മറിയിലേക്ക് ഡാറ്റാസിനെ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. There are many ways of organizing the data in the memory, as we have already seen one of the data structures, that is array in C language. അതായത് എന്താണ്, ഒരുപാട് വേയ്സ് ഉണ്ട്, ഒരുപാട് വഴികളുണ്ട് മെമ്മറിയിലേക്ക് ഡാറ്റാസ് ഇതുപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതിന് ഒരുപാട് വഴികളുണ്ട്, മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നായിരുന്നു എന്ത്, അറേസ് എന്ന് പറയുന്നത്. നമ്മൾ സി ലാംഗ്വേജിലും അറേസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ C++ലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. Array is a collection of memory elements in which data is stored sequentially, that is one after another. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കളക്ഷൻ ഓഫ് മെമ്മറി എലമെൻറ്റ്സ് ആണ്. മെമ്മറി ലൊക്കേഷനിലേക്ക് എലമെൻറ്റ്സിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. ഇൻ വിച്ച് ഡാറ്റ ഈസ് സ്റ്റോർഡ് സീക്വൻഷ്യലി, ഒരു സീക്വൻഷ്യലായിട്ട് 1/1 ആയിട്ട്, അതായത് വൺ ആഫ്റ്റർ അനദർ, ഒന്നിന് ശേഷം ഒന്ന് എന്നുള്ള കൺസെപ്റ്റിൽ ഓരോന്നായിട്ട് അടുക്കി വെക്കുന്നതിനെയാണ് നമ്മൾ അറേസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡാണ് എന്തിലും നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡാറ്റ സ്ട്രക്ചേഴ്സിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഓർഗനൈസിങ് ഡാറ്റ ഇൻ മെമ്മറി, മെമ്മറിയിലേക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു മെത്തേഡിൽ, അതായത് വൺ ആഫ്റ്റർ അനദർ, ഓരോന്നായിട്ട് അടുക്കി പെറുക്കി വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. There are two types of data structure. നമുക്ക് രണ്ട് ടൈപ്പ് ഡാറ്റ സ്ട്രക്ചർ നമുക്ക് കാണാനുണ്ട്. ഒന്ന് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ, സെക്കൻഡ് വൺ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ദ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. ഈ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ദ ഇൻറ്റ്, char, float, double and pointer are the primitive data structures that can hold a single value. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, ഇൻറ്റ്, ചാർ, ഡബിൾ, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വാരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഡാറ്റ ടൈപ്സ് നമ്മൾ എല്ലാ പ്രോഗ്രാമിലും നമ്മൾ വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഡാറ്റ സ്ട്രക്ചേഴ്സിനൊക്കെ എന്താണ്, ഒരൊറ്റ വാല്യൂവിനെ മാത്രമേ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അടുത്തത് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. ദ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ഈസ് ഡിവൈഡഡ് ഇൻടു ടു ടൈപ്സ്. ഇനി അടുത്തത് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറിൽ കണ്ടു നമ്മൾ ഒരൊറ്റ വാല്യൂ, സിംഗിൾ വാല്യൂസിനെ മാത്രമേ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ എന്താണ്, നോൺ പ്രിമിറ്റീവിൽ അപ്പോൾ എന്തായിരിക്കും, ഒന്നിൽ കൂടുതൽ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതായത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അറേസ് പോലെയുള്ളതിന്. നമുക്ക് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചറിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെ, ലീനിയർ ഡാറ്റ സ്ട്രക്ചറും അതുപോലെ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറുമായിട്ട് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി എന്താണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. The arrangement of data in a sequential manner is known as linear data structure. അതായത് നമ്മുടെ ഡാറ്റാസിനെ സീക്വൻഷ്യലായിട്ട് ഒരൊറ്റ ഫോമിൽ അല്ലെങ്കിൽ വൺ ആഫ്റ്റർ അനദർ ആയിട്ട് നമ്മളിങ്ങനെ ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. The data structures used for this purpose are arrays, linked lists, stacks and queues. അപ്പോൾ ഈ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ പെട്ടതാണ് എന്ത്, അറേസ്, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്സ്, ക്യൂസ്. അപ്പോൾ അറേസ് എന്താണെന്നുള്ളത്
നിങ്ങൾക്ക് മുന്നേ അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ള ടേംസ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ. അപ്പോൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് എന്ത്? അറേസ്, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ. In these data structures, one element is connected to only one another element in a linear form. അതായത് ഈ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ലീനിയർ ഫോമിലായിരിക്കും, ഒരു നീണ്ട ഒരു നിര പോലെ ആയിരിക്കും എന്തുണ്ടാവുക, ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവുക. ഈ ഒരു എലമെൻറ്റ് എന്താണ്, അടുത്ത വേറൊരു എലമെൻറ്റിന് മാത്രമായിട്ടായിരിക്കും കണക്ഷൻ ഉണ്ടായിരിക്കുക. അല്ലാതെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരിക്കില്ല. ഒരു എലമെൻറ്റ് നമ്മൾ കൊടുത്തു, ഈ ഒരു എലമെൻറ്റിന് മറ്റൊരു നമ്മൾ ഇനി നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്ന എലമെൻറ്റുമായിട്ടുള്ള കണക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? അറേസ്, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ. അപ്പോൾ ഇത്രയാണ് നമുക്കിനി നോക്കാനുള്ളത്. ഇനി എന്താണ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ? When one element is connected to the n number of elements known as a non-linear data structure. ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞു, ഒരു എലമെൻറ്റ് മെമ്മറിയിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് അതിന് തൊട്ടടുത്തുള്ള വേറൊരു എലമെൻറ്റുമായിട്ടേ കണക്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ ഒരു എലമെൻറ്റ് വേറെ n നമ്പർ ഓഫ് എലമെൻറ്റ്സ്, നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതാണ് നമ്മൾ n എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്തത്. അതായത് n നമ്പർ ഓഫ്, എത്ര വേണമെങ്കിലും എലമെൻറ്റ്സുമായിട്ട് എന്താണ് കണക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഒരു എലമെൻറ്റിന് 2 or 3 കണക്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു കണക്ഷന് എന്താണ് എക്സ്ട്രാ വേറെ കണക്ഷൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ട്രീസ് ആൻഡ് ഗ്രാഫ്സ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താണ്, ട്രീസും ഗ്രാഫ്സും ഒക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് എന്ത്, ട്രീസ് ആൻഡ് ഗ്രാഫ്സ്. ഇൻ ദിസ് കേസ് ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ റാൻഡം മാനർ. നമ്മൾ ലീനിയറിൽ കണ്ടു, ലീനിയർ സ്ട്രക്ചറിലാണ് ആ ഡാറ്റ സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ എന്താണ്, റാൻഡം മാനറിലായിരിക്കും ഡാറ്റാസ് എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു വ്യക്തമായിട്ടുള്ളൊരു രൂപം ഉണ്ടായിരിക്കില്ല. പല നോട്ട്സിനും പല എലമെൻറ്റ്സിനും പല എലമെൻറ്റ്സുമായിട്ടും കണക്ഷൻ ഉണ്ടായിരിക്കാം, ഒരുപാട് കണക്ഷൻസും ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു റാൻഡം മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ സ്റ്റാക്ക്, ക്യൂ, അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റ്, ഇപ്പോൾ നമ്മൾ കണ്ട ഡാറ്റ സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. ഈ ഓപ്പറേഷൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെർച്ചിങ്, സോർട്ടിങ്, ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ. ഇത്രയും മെയിനായിട്ട് ഈ ഒരു 5 ഫങ്ഷൻസ്, അതായത് ഈ 5 ഓപ്പറേഷൻസ് ആണ് നമുക്ക് എന്തിൽ ചെയ്യാൻ കഴിയുക, ഈ സ്റ്റാക്ക്, അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റ്, ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡാറ്റ സ്ട്രക്ചേഴ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ 5 ഓപ്പറേഷൻസ് ആണ്. നമുക്ക് ട്രീസിലും അതുപോലെ ഗ്രാഫ്സിലും ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ് ഇത്രയെണ്ണം. അതായത് സെർച്ചിങ്, സോർട്ടിങ്, ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ. നമുക്ക് നോക്കാം എന്താണ് സെർച്ചിങ്. വി ക്യാൻ സെർച്ച് ഫോർ എനി എലമെൻറ്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റാസ് നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് സെർച്ച് ചെയ്യാം, നമുക്ക് വേണ്ട എലമെൻറ്റ് ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ചിങ് ഓപ്പറേഷൻ ചെയ്യാം. അടുത്തത് സോർട്ടിങ്. വി ക്യാൻ സോർട്ട് ദ എലമെൻറ്റ്സ് ഓഫ് എ ഡാറ്റ സ്ട്രക്ചർ ഐദർ ഇൻ എ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. നമുക്ക് അതിലുള്ള എലമെൻറ്റ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്തെടുക്കാം. അത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നു. അടുത്തത് ഇൻസേർഷൻ ആണ്. വി ക്യാൻ ഓൾസോ ഇൻസേർട്ട് ദ ന്യൂ എലമെൻറ്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. നമുക്ക് ഈ ഒരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്തേക്ക് ന്യൂ എലമെൻറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ അപ്ഡേഷൻ. വി ക്യാൻ ഓൾസോ അപ്ഡേറ്റ് ദ എലമെൻറ്റ്, ദാറ്റ് ഈസ് വി ക്യാൻ റീപ്ലേസ് ദ എലമെൻറ്റ് വിത്ത് അനദർ എലമെൻറ്റ്. നമുക്ക് ഒരു എലമെൻറ്റിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഈ കൊടുത്തൊരു എലമെൻറ്റ് എന്നുള്ളത് 5 വെക്കുക, നമ്മൾ വെറുതെ ഒരു 5 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊടുത്തിട്ടുണ്ട്, അതിന് നമുക്ക് 10 ആക്കണം. അപ്പോൾ ആ എലമെൻറ്റിന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാണ് അവിടെ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഡിലീഷൻ. വി ക്യാൻ ഓൾസോ പെർഫോം ദ ഡിലീറ്റ് ഓപ്പറേഷൻ ടു റിമൂവ് ദ എലമെൻറ്റ് ഫ്രം ദ ഡാറ്റ സ്ട്രക്ചർ. നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും വേരിയബിൾസ് നമ്മൾ കൊടുത്തത്, എന്തെങ്കിലും എലമെൻറ്റ്സ് നമുക്കതിൽ വേണ്ട, ആ ഡാറ്റ സ്ട്രക്ചറിൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം.
അപ്പോൾ ഇവിടെ സ്റ്റാക്ക് ക്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്പറേഷനിൽ അറേയിൽ നിന്ന് വ്യത്യാസമാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അറേസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അറേയ്ക്കൊരു സൈസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. A(50) അല്ലെങ്കിൽ A(5) എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സൈസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ആ സൈസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ പ്രോഗ്രാം ഇൻക്രിമെൻ്റ് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇനിയിപ്പോൾ അത്രയും 50 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈസ് കൊടുത്തിട്ട് നമുക്ക് ആകെ 25 മെമ്മറി ലൊക്കേഷനെ നമുക്ക് ആവശ്യമുള്ളൂ എങ്കിൽ നമുക്ക് ബാക്കി 25 എന്താണ് വേസ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അതായത് നമുക്ക് സ്റ്റാറ്റിക് അതുപോലെ ഡൈനാമിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡാറ്റ സ്ട്രക്ചറിനെ രണ്ടായിട്ട് പിന്നെയും വീണ്ടും തിരിക്കാം. സ്റ്റാറ്റിക്കിൽ എന്താണ് ഫിക്സ്ഡ് സൈസ് ആയിരിക്കും, അതായത് അറേസ് പോലെ ഫിക്സ്ഡ് സൈസ് ആയിരിക്കും. അത് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആദ്യം അത് ഡിക്ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോഗ്രാമിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നൊന്നുമില്ല. ചിലപ്പോൾ വേസ്റ്റേജ് വരാം, അല്ലെങ്കിൽ നമുക്കത് കുറവായിട്ട് വരാം. പക്ഷേ അത് നടക്കുന്നത് കമ്പൈൽ ടൈമിലാണ്. എന്ത് നടക്കുന്നത്? കമ്പൈൽ ടൈമിലാണ് അതിൻ്റെ ആ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. പക്ഷേ ഇതിലോ നമ്മുടെ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ ഇനി വരുന്നതിലൊക്കെ ഇനി റൺ ടൈമിലാണ് ആ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് മെമ്മറീൻ്റെ വേസ്റ്റേജോ അങ്ങനത്തെ ഓവർഫ്ലോ ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് സ്റ്റാക്കിലേക്ക് കടക്കാം. സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നോക്കാം. എ സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ദ ലിഫോ പ്രിൻസിപ്പിൾ, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. ഇത് നമുക്ക് എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാക്ക് എന്ത് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്? അതായത് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതുകൊണ്ടാണ് ഞാനിത് റെഡിങ്ങിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാക്ക് ഏത് പ്രിൻസിപ്പിളാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ലിഫോ സ്ട്രക്ചറാണ്, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആ ഒരു പ്രിൻസിപ്പിളിലാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലീനിയർ ഡാറ്റ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. സ്റ്റാക്ക് ഹാസ് വൺ എൻഡ്. സ്റ്റാക്കിന് എന്താണ്? ഒരു എൻഡ് മാത്രമേ ഉള്ളൂ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ പോയിൻ്റർ ടോപ്പ് പോയിൻ്റർ പോയിൻറ്റിങ് ടു ദ ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ സ്റ്റാക്ക്. അതായത് ഒരൊറ്റ എൻഡ് ഉള്ളൂ എന്ന് പറഞ്ഞു. അതായത് അതിന് ഒരു പോയിൻ്റർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഇൻസേർഷനും ഡിലീഷനും ഒക്കെ നടക്കുന്നത് ഒരൊറ്റ പോയിൻറ്റിനകത്തുനിന്നാണ്. അപ്പോൾ അതിൻ്റെ ആ പോയിൻ്ററിന് വിളിക്കുന്ന പേരാണ് നമ്മൾ ടോപ്പ് എന്ന് പറയും. ടോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിനെ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പ് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന എന്തിനാണ്? ടോപ്പ് മോസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ പോയിൻറ്റിനെയാണ് ടോപ്പ് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ ലൈഫിൽ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10-15 ബുക്ക് നമ്മളിങ്ങനെ താഴേന്ന് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. താഴേന്ന് മോളിക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബുക്കിൻ്റെ മുകളിൽ അടുത്ത ബുക്ക്, അങ്ങനെ ഒരു 15 ബുക്ക് നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു പിക്ചർ തന്നെയാണ് എന്തിൽ വരുന്നത്? സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാറ്റ സ്ട്രക്ചറിലും വരുന്നത്. ഒരു 15 ബുക്ക് നമ്മൾ ഒന്നിന് മുകളിലായിട്ട് ഒന്ന് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതുപോലെ തന്നെയാണ് സ്റ്റാക്കിലും നമ്മൾ എലമെൻറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ബുക്സിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഒരു ബുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ഒരു ബുക്ക് വെച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ മാത്രമേ അതിനെ വെക്കാൻ പറ്റുള്ളൂ, നമുക്ക് അടിയിൽ വെക്കാൻ സാധിക്കില്ല. അതുപോലെ ഏതെങ്കിലും ബുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് മുകളിൽ നിന്ന് ഓരോന്ന് എടുത്തു കഴിഞ്ഞ് ലാസ്റ്റത്തെ ബുക്കൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് സ്റ്റാക്കിലും നടക്കുന്നത്, അതായത് ഒരൊറ്റ എൻഡ്. അപ്പോൾ ബുക്കിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമുക്ക് ബുക്ക് ഇങ്ങനെ 15 ബുക്കോളം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റാക്കിൻ്റെ അകത്തും ഒരു 15 എലമെൻറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു എൻഡ് മാത്രമേ ഉള്ളൂ. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ബുക്കിന് മുകളിൽ വെക്കാനും കഴിയുള്ളൂ. അതുപോലെ നമുക്ക് അവിടെ നിന്ന് ബുക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് അവിടെ നിന്ന് കളയാനും കഴിയുള്ളൂ. Whenever an element is added in the stack, it is added on the top of the stack. അതായത് ഈ സ്റ്റാക്കിലേക്ക് നമ്മൾ ബുക്കിൻ്റെ കേസ് തന്നെ എടുക്കുക. ഒരു ബുക്ക് ഈ എലമെൻറ്റിന് പകരം ബുക്കായിട്ട് നമ്മൾ ഒന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ സ്റ്റാക്കിൻ്റെ അകത്ത് നമുക്ക് നമുക്ക് എലമെൻറ്റ് ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് മോസ്റ്റ് ഏറ്റവും മുകളിൽ മാത്രമേ സ്റ്റാക്കിൻ്റെ ഏറ്റവും മുകളിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? എലമെൻറ്റ് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ബുക്കായിട്ട് എടുത്ത് കളയണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ടോപ്പ് മോസ്റ്റിനെ നമുക്ക് എടുത്ത് ഇങ്ങനെ മാറ്റാനും കഴിയുള്ളൂ. അപ്പോൾ ഇതന്നെ സ്റ്റാക്കിൻ്റെ
എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് മുകളിൽ നിന്നാണ് നമ്മൾ എടുത്ത് ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ദ ലിഫോസ് പ്രിൻസിപ്പിൾ. ലിഫോ എന്നുള്ള കാര്യം മറക്കരുത്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. Stack can be defined as a container in which insertion and deletion can be done from the one end known as the top of the stack. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാക്കിന് ഒരൊറ്റ എൻഡേ ഉള്ളൂ, അവിടെയാണ് ഇൻസേർഷനും അതുപോലെ ഡിലീഷനും നടക്കുന്നത്. ആ ഒരു എൻഡിനെ, ടോപ്പ് മോസ്റ്റ് എൻഡിനെ നമ്മൾ പറയുന്ന പേരാണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്ക് വർക്ക്സ് ഓൺ ദ ലിഫോ പാറ്റേൺ. സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത് ലിഫോ പാറ്റേണിലാണ്. ആസ് വി ക്യാൻ observe in the below figure, there are 5 memory blocks in the stack, therefore the size of the stack is 5. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാനുണ്ട് എന്ത്, സ്റ്റാക്കിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണാം നമുക്ക് എന്താണ് 5 എന്ന് പറഞ്ഞിട്ടുള്ള സൈസുള്ള ഒരു സ്റ്റാക്കാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. 5 മെമ്മറി ബ്ലോക്സ് ഉള്ള ഒരു സ്റ്റാക്ക്, അതുകൊണ്ട് ആ സ്റ്റാക്കിൻ്റെ സൈസ് എന്താണ് 5 ആണ്. Suppose we want to store the elements in a stack and let's assume that stack is empty. അതായത് ഒരു സ്റ്റാക്ക്, ഒരു കണ്ടെയ്നർ പോലെ നമുക്കൊന്ന് നോക്കാം. ഒരു 5 മെമ്മറി ബ്ലോക്സ് ഉള്ള ഒരു സ്റ്റാക്കാണ്. ഈ സ്റ്റാക്ക് നമ്മൾ അസ്യൂം ചെയ്യുക ഇപ്പോൾ ഈ സ്റ്റാക്കിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇനി നമുക്ക് എന്താണ് അതിലേക്ക് എന്ത് ചെയ്യണം, എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യണം. We have taken the stack of size 5 as shown below, in which we are pushing the elements on one by one until the stack becomes full. നമുക്ക് കാണാം ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 5 സൈസ് കൊടുത്തിട്ടുള്ള ഒരു മെമ്മറി ബ്ലോക്കുള്ള എന്താണ് ഒരു സ്റ്റാക്കാണെന്ന് വിചാരിക്കുക. 5 എണ്ണമാണ് അതിൽ മാക്സിമം നമുക്ക് കൊള്ളുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് 5 മെമ്മറി ബ്ലോക്സിൽ നമുക്ക് എലമെൻറ്റ്സ് നിറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇവിടെ പറഞ്ഞതുപോലെ വി ഹാവ് ടേക്കൺ ദ സ്റ്റാക്ക് ഓഫ് സൈസ് 5 ആസ് ഷോൺ ബിലോ, ഇൻ വിച്ച് വി ആർ പുഷിംഗ് ദ എലമെൻറ്റ്സ് വൺ ബൈ വൺ അണ്ടിൽ ദ സ്റ്റാക്ക് ബിക്കംസ് ഫുൾ. അതായത് 5 ബ്ലോക്സ് ഉള്ള ഒരു സ്റ്റാക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നിറയെ ഈ എലമെൻറ്റ്സ് നമുക്ക് നിറയ്ക്കണം. ഈ 5 ബ്ലോക്സിലായിട്ട് നമുക്ക് എലമെൻറ്റ്സ് നിറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് നമുക്ക് എലമെൻറ്റ്സിനെ നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇതിലേക്ക് നമ്മൾ തള്ളി കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം, ആദ്യം നമ്മൾ 1നെ നമ്മൾ അതിലേക്ക് പുഷ് ചെയ്യും, അടുത്തത് 2നെ പുഷ് ചെയ്യും, അതുപോലെ 3നെ പുഷ് ചെയ്യും, 4നെ പുഷ് ചെയ്തു, 5നെ പുഷ് ചെയ്തു. നമുക്ക് കാണാം ആദ്യം നമ്മൾ 1 കൊടുത്തത്, അതിൻ്റെ മുകളിലാണ് എന്ത് വന്നിട്ടുള്ളത് 2 വന്നിട്ടുള്ളത്. ഈ 2ൻ്റെ മുകളിലായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത് 3 വന്നിട്ടുള്ളത്. ഈ 3ൻ്റെ മുകളിൽ 4 വന്നു, 4ൻ്റെ മുകളിൽ 5 വന്നു. അപ്പോൾ ഇതാണ് എന്ത്, നമ്മൾ 5 മെമ്മറി ബ്ലോക്സ് ഉള്ള ഒരു സ്റ്റാക്കിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് കൊടുത്തു, 5 വാല്യൂസ് നമ്മൾ പുഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാക്കിൻ്റെ അകത്ത് നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. അതായത് 1 by 1 ആയിട്ട് ഒരു ലീനിയർ സ്ട്രക്ചറിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു. സിൻസ് അവർ സ്റ്റാക്ക് ഈസ് ഫുൾ ആസ് ദ സൈസ് ഓഫ് ദ സ്റ്റാക്ക് ഈസ് 5, നമുക്ക് എന്താണ് സ്റ്റാക്കിൻ്റെ സൈസ് 5 ആയതുകൊണ്ട് 5 എലമെൻറ്റ്സ് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് നമുക്ക് ആ സ്റ്റാക്ക് അവിടെ ഫുള്ളായി. In the above cases, we can observe that it goes from the top to the bottom when we were entering the new element in the stack. നമുക്ക് ഇതിൽ കണ്ടതുപോലെ തന്നെ എന്താണ് ബോട്ടം ടു ടോപ്പ്, അതായത് നമ്മൾ ആദ്യം അടിയിൽ നിന്ന് മുകളിലേക്കാണ് എന്ത് നമുക്ക് എലമെൻറ്റ്സ് ഇങ്ങനെ പുഷ് ആയിക്കൊണ്ടേ ഇരിക്കുന്നത്. നമ്മൾ ആദ്യം പുഷ് ചെയ്ത എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അത് എവിടെയായിരിക്കും കിടക്കുന്നത്, നമ്മുടെ ഏറ്റവും അടിയിലാണ്, നമ്മുടെ ബോട്ടത്തിലാണ്, സ്റ്റാക്കിൻ്റെ ബോട്ടത്തിലാണ് എന്ത് കിടക്കുന്നത്, നമ്മൾ ആദ്യം പുഷ് ചെയ്തത് കിടക്കുന്നത്. അതുപോലെ എന്താണ് നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ പുഷ് ചെയ്തതാണ് എന്ത് നമ്മുടെ ടോപ്പ് മോസ്റ്റ് ആയിട്ട്, സ്റ്റാക്കിൻ്റെ ടോപ്പ് മോസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. ആദ്യം പുഷ് ചെയ്തത് 1 ആണ്, അത് ഏറ്റവും ലാസ്റ്റാണ് കിടക്കുന്നത്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് പുഷ് ചെയ്തത് 5 ആണ്, അതാണ് നമ്മുടെ സ്റ്റാക്കിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്നത്. ദ സ്റ്റാക്ക് ഗെറ്റ്സ് ഫിൽഡ് അപ്പ് ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ്. ബോട്ടം ടു ടോപ്പ് ആയിട്ടാണ് നമ്മുടെ എന്ത് നിറയുന്നത്, നമ്മുടെ സ്റ്റാക്ക് ഫില്ലാവുന്നത്. When we perform the delete operation on the stack, there is only one way for entry and exit as the other end is closed. അതായത് നമുക്ക് ഇവിടെ കാണുന്നത് പോലെ എന്താണ് നമുക്ക് ഒരൊറ്റ എൻഡ് മാത്രമേ ഉള്ളൂ, സ്റ്റാക്കിന് ഒരൊറ്റ എൻഡ്, ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരൊറ്റ എൻഡ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ, അടിയിലേക്ക് ഓപ്പണിംഗ് ഇല്ല. When we perform the delete operation on the stack,
നമുക്ക് ഡിലീറ്റ് ഓപ്പറേഷനാണ് ഇനി നടത്തേണ്ടത്. അതായത് ആദ്യം കൊടുത്ത 1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ നമുക്ക് ഫസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, ഒരൊറ്റ എൻഡ് ഉള്ളൂ. ആ എൻഡ് കിടക്കുന്നത് അടിയിലാണ്. നമ്മുടെ ഫസ്റ്റത്തെ എലമെൻറ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ് കിടക്കുന്നത് എവിടെയാണ്? ഏറ്റവും ലാസ്റ്റിലേക്കാണ്. There is only one way for entry and exit as the other end is closed. അതായത് ഒരൊറ്റ എൻഡ് മാത്രമേ ഉള്ളൂ എന്തിന്, എൻട്രിക്കും അതുപോലെ എക്സിറ്റിനും ഒരൊറ്റ എൻഡ് മാത്രമേ ഉള്ളൂ. അതർ എൻഡ് എന്താണ്? ക്ലോസ്ഡ് ആണ്. ഇറ്റ് ഫോളോസ് ദ ലിഫോ പാറ്റേൺ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പാറ്റേൺ, വിച്ച് മീൻസ് ദാറ്റ് ദ വാല്യൂ എൻറ്റേർഡ് ഫസ്റ്റ് വിൽ ബി റിമൂവ്ഡ് ലാസ്റ്റ്. In the above case, the value 5 is entered first, so it will be removed only after the deletion of all the other elements. നമ്മളിവിടെ ആദ്യം എൻ്റർ ചെയ്തത് 1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ്. ഇനി ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് 5 നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്, നമ്മൾ 5 ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ എലമെൻ്റാണ് എന്ത്, ഫസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ 1 നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളത്, അത് ഏറ്റവും ലാസ്റ്റേ നമുക്ക് എന്ത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം എന്താണ്, സ്റ്റാക്കിന് ഒരൊറ്റ എൻഡ് മാത്രമേ ഉള്ളൂ. It follows the LIFO pattern, which means that the value entered first will be removed last. In the above cases, the value 5 is entered first. വാല്യൂ 5 അല്ല നമ്മൾ ആ ഫിഗറിൽ എൻ്റർ ചെയ്തത്, നമ്മൾ ഫസ്റ്റ് 1 ആണ് നമ്മൾ എൻ്റർ ചെയ്തത്. അതുകൊണ്ട് 1 എന്താണ്, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും എന്ത് ഡിലീറ്റ് ചെയ്ത് പോവുക. ഇനി നമ്മൾ നേരത്തെ കണ്ടു പുഷ് എന്നും, അതുപോലെ പുഷ് നമ്മൾ നേരത്തെ കണ്ടു നമ്മുടെ സ്റ്റാക്കിൻ്റെ സ്റ്റാക്കിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിൽ. ഇനി പുഷ് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്റ്റാൻഡേർഡ് സ്റ്റാക്ക് ഓപ്പറേഷൻസ് നമുക്കുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ പുഷ് ഉപയോഗിക്കുന്നത് നമുക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെൻ വി ഇൻസേർട്ട് ആൻ എലമെൻറ്റ് ഇൻ എ സ്റ്റാക്ക്, ദെൻ ദ ഓപ്പറേഷൻ ഈസ് നോൺ ആസ് പുഷ്. അതായത് നമുക്ക് സ്റ്റാക്കിലേക്ക് എലമെൻറ്റ് പുഷ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ത്, പുഷ് എന്ന് പറയുന്നത്. ഇഫ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ, ദെൻ ദ ഓവർഫ്ലോ കണ്ടീഷൻ ഒക്കേഴ്സ്. നമുക്ക് സ്റ്റാക്ക് ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമുക്ക് ഒക്കർ ചെയ്യും. ഇനി അതുപോലെ പോപ്പ് നമ്മൾ ഡിലീറ്റ് ചെയ്യണം, നമുക്ക് എലമെൻറ്റ്സ് സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. വെൻ വി ഡിലീറ്റ് ആൻ എലമെൻറ്റ് ഫ്രം ദ സ്റ്റാക്ക്, ദ ഓപ്പറേഷൻ ഈസ് നോൺ ആസ് എ പോപ്പ്. ഇഫ് ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി മീൻസ് ദാറ്റ് നോ എലമെൻറ്റ് എക്സിസ്റ്റ് ഇൻ ദ സ്റ്റാക്ക്. ദിസ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ആൻ അണ്ടർഫ്ലോ സ്റ്റേറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ആ സ്റ്റാക്കിൻ്റെ അകത്ത് ഒന്നുമില്ല, ഒക്കെ എംപ്റ്റി ആയി, എല്ലാതും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, അണ്ടർഫ്ലോ സ്റ്റേറ്റ് എന്ന്. പുഷ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാനാണ്. സ്റ്റാക്ക് ഫുള്ളായി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഓവർഫ്ലോ കണ്ടീഷനായി എന്ന് പറയാം. പോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ സ്റ്റാക്ക് എംപ്റ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ആ സ്റ്റേറ്റിനെ അണ്ടർഫ്ലോ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത 2 ഓപ്പറേഷൻസ് ആണ് ഈസ് എംപ്റ്റി അതുപോലെ ഈസ് ഫുള്ള്. ഇറ്റ് ഡിറ്റർമിൻസ് വെദർ ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ഓർ നോട്ട്. ഈസ് എംപ്റ്റി ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത് ആ സ്റ്റാക്ക് എംപ്റ്റി ഓർ നോട്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈസ് ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഡിറ്റർമിൻസ് വെദർ ദ സ്റ്റാക്ക് ഈസ് ഫുൾ ഓർ നോട്ട്. അപ്പോൾ ഈസ് എംപ്റ്റി ഈസ് ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 ഓപ്പറേഷൻസിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഈസ് എംപ്റ്റി എന്ന് പറഞ്ഞാൽ ആ സ്റ്റാക്ക് എംപ്റ്റി ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈസ് ഫുൾ എന്ന് പറയുന്നത് ആ സ്റ്റാക്ക് ഫുള്ളാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പുഷ് ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്കൊരു പ്രോഗ്രാമിലേക്ക് ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാക്കും പുഷൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. Push operations. Before inserting an element in a stack, we check whether the stack is full. നമ്മൾ എലമെൻറ്റ് സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം എന്ത് ചെക്ക് ചെയ്യണം, സ്റ്റാക്ക് ഈസ് ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇഫ് വി ട്രൈ ടു ഇൻസേർട്ട് ദ എലമെൻറ്റ് ഇൻ എ സ്റ്റാക്ക് ആൻഡ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ, ദെൻ ദ ഓവർഫ്ലോ കണ്ടീഷൻ ഒക്കേഴ്സ്. നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്യാണ്, അപ്പോൾ ആ സമയത്ത് സ്റ്റാക്ക് ഫുൾ ആണെങ്കിൽ എന്താണ്, ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമുക്ക് occur ചെയ്യും. When we initialize a stack, we set the value of top as -1 to check that the stack is empty. നമ്മൾ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും,
നമുക്ക് ടോപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ ടോപ്പ് മോസ്റ്റ് എലമെൻ്റ് ആണ്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് ടോപ്പ് എന്ന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്ക് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പിനെ നമ്മൾ എന്ത് ആയിട്ടാണ് ടോപ്പ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. When the new element is pushed in a stack, first the value of the top gets incremented, that is top equal to top plus 1. അതായത് നമ്മൾ ഒരു എലമെൻറ്റ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ എന്നുള്ളത് ഇപ്പോൾ -1 ആണ്. ഇനീഷ്യലായിട്ട് ടോപ്പിൻ്റെ വാല്യൂ -1 ആണ്. അതെന്ത് ചെയ്യും, 1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ആൻഡ് ദ എലമെൻറ്റ് വിൽ ബി പ്ലേസ്ഡ് അറ്റ് ദ ന്യൂ പൊസിഷൻ ഓഫ് ദി ടോപ്പ്. അതായത് ആ എലമെൻറ്റ് എന്തിലേക്ക് കിടക്കും, നമ്മുടെ ഫസ്റ്റത്തെ ആ പൊസിഷൻ എന്താണോ അതിലേക്ക് കിടക്കും. The element will be inserted until we reach the maximum size of the stack. അതായത് എലമെൻറ്റ്സ് ഏതുവരെ നമുക്ക് സ്റ്റാക്കിന് എത്ര സൈസ് ഉണ്ടോ അതുവരെ എന്ത് എലമെൻറ്റ്സ് അതിലേക്ക് ഇൻസേർട്ട് ആയിക്കൊണ്ടേ ഇരിക്കും. നമുക്കിവിടെ കാണാം എംപ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റാക്കാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നമ്മൾ -1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാക്കിൻ്റെ അകത്തേക്ക് എന്ത് പുഷ് ചെയ്യണം, 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ പുഷ് ചെയ്തു. ആ 10 എന്നുള്ള വേരിയബിൾ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ +1 കൂടുകയാണ്. അതായത് ടോപ്പ് എന്ന് പറയുന്നത് ആദ്യം -1 ആണ്, അതിലേക്ക് എന്ത് കൂടി +1 കൂടി കൊടുക്കുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയായി, 0 ആയി. അപ്പോൾ ഈ 0 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെമ്മറി ലൊക്കേഷനിലേക്കാണ് എന്ത് പോയിട്ടുള്ളത്, 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ പോയിട്ടുള്ളത്. അടുത്തത് 20 ആണ് നമുക്ക് പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ വാല്യൂ 0 എന്ന് ഒന്നും കൂടി ഇൻക്രിമെൻ്റ് ആയി. ഇപ്പോൾ ടോപ്പിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ്റെ അകത്തേക്കാണ് 20 പോയിട്ടുള്ളത്. അടുത്തത് നമുക്ക് 30 ആണ് പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ ടോപ്പിൻ്റെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെൻ്റ് ആയി, എന്ത് 2 ആയി. 1 എന്നുള്ളത് 2 ആയി. അപ്പോൾ 2 എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലേക്കാണ് എന്ത് പോയിട്ടുള്ളത്, 30 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ പോയിട്ടുള്ളത്. അടുത്തത് നമുക്ക് 40 പുഷ് ചെയ്യണം. 40 പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് എന്തായി, ടോപ്പ് 2 + 1 കൂടി, അപ്പോൾ അത് 3 ആയി. അപ്പോൾ നമുക്ക് കാണാം 10, 20, 30, 40 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാല്യൂസൊക്കെ സ്റ്റാക്കിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു 1 by 1 ആയിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പുഷ് ഓപ്പറേഷനിൽ നടക്കുന്നത്. അപ്പോൾ പുഷിൻ്റെ ആൽഗോരിതം ഒന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഇഫ് ടോപ്പ് ഈക്വൽ ടു മാക്സ് സ്റ്റാക്ക്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെക്ക് ചെയ്യും, സ്റ്റാക്ക് ഫുള്ളാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഓവർഫ്ലോ ആയിട്ട് നമുക്ക് കാണിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ടോപ്പ് ഈക്വൽ ടു ടോപ്പ് +1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. നമുക്കറിയാം ടോപ്പ് നമ്മൾ ആദ്യം -1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കും. അതിനുശേഷം സ്റ്റാക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. സ്റ്റാക്ക് ഓഫ് ടോപ്പ് ഈക്വൽ ടു ഐറ്റം, നമ്മുടെ വാരിയബിൾ എന്താണോ അത് നമ്മളവിടെ കൊടുക്കും. അതിനുശേഷം എന്താണ്, നമുക്ക് ആ ഒരു നമ്മുടെ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇനി നമുക്ക് പോപ്പ് ഓപ്പറേഷൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു പോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡിലീഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ഒരു സ്റ്റാക്കിൻ്റെ അകത്ത് നമ്മൾ ഡിലീഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോപ്പ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ബിഫോർ ഡിലീറ്റിംഗ് ദ എലമെൻറ്റ് ഫ്രം ദ സ്റ്റാക്ക് വി ചെക്ക് വെദർ ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി. ആദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, ആ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിലേതെങ്കിലും എലമെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇഫ് വി ട്രൈ ടു ഡിലീറ്റ് ദ എലമെൻറ്റ് ഫ്രം ദ എംപ്റ്റി സ്റ്റാക്ക് ദെൻ ദ അണ്ടർഫ്ലോ കണ്ടീഷൻ ഒക്കേഴ്സ്. നമ്മൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യാനാണ്, എംപ്റ്റി സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണ് നമുക്ക് വരിക, നമ്മുടെ അണ്ടർഫ്ലോ കണ്ടീഷൻ നമുക്ക് അവിടെ ഒക്കർ ചെയ്യും. അതിൻ്റെ അകത്തൊന്നുമില്ല, എംപ്റ്റി സ്റ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഡിലീറ്റ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, അണ്ടർഫ്ലോ കണ്ടീഷൻ നമുക്ക് അവിടെ ഒക്കർ ചെയ്യും. ഇഫ് ദ സ്റ്റാക്ക് ഈസ് നോട്ട് എംപ്റ്റി, ആ സ്റ്റാക്കിൻ്റെ അകത്ത് എന്താണ്, എന്തൊക്കെയോ എലമെൻറ്റ്സ് ഉണ്ട്, നോട്ട് എംപ്റ്റി അല്ല. വി ഫസ്റ്റ് ആക്സസ് ദ എലമെൻറ്റ് വിച്ച് ഈസ് പോയിൻറ്റഡ് ബൈ ദ ടോപ്പ്. നമ്മൾ എന്താണ് ആക്സസ് ചെയ്യുന്നത്, ആദ്യം ഫസ്റ്റ് ടോപ്പിലുള്ള ആദ്യത്തെ എലമെൻറ്റ്, അതായത് നമ്മൾ ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റിലേക്കാണ് നമ്മൾ പോയിൻ്റ് ചെയ്യുന്നത്. വൺസ് ദ പോപ്പ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ദ ടോപ്പ് ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ 1. നമുക്കറിയാം നമുക്ക് ഒരു പോപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ടോപ്പിൽ നിന്ന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ എന്ത് ചെയ്യും, ഓരോന്നായിട്ട് ഡിക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോന്ന് പോപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, ഓരോന്ന് ഡിലീഷൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടോപ്പിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഡിക്രിമെൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പുഷിൽ കണ്ടത് ടോപ്പ് ഈക്വൽ ടു ടോപ്പ് +1 ആണ്, ഒന്ന് ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും. പോപ്പിൽ നേരെ തിരിച്ച് ടോപ്പ് ഈക്വൽ ടു
ടോപ്പ് മൈനസ് 1 ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ നമ്മൾ ഈ സ്റ്റാക്ക് നമ്മൾ ഫുള്ളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് 10 മുതൽ 40 വരെ നമ്മൾ ഈ എലമെൻറ്റ്സ് നമ്മൾ ഇതിലേക്ക് പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, പോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോപ്പ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചു, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് കാണാം സ്റ്റാക്കിൻ്റെ അകത്ത് ആദ്യം നമ്മൾ 10 കൊടുത്തത്, ഏറ്റവും ലാസ്റ്റാണ് 40 കൊടുത്തത്. അപ്പോൾ 40 നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, പോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോപ്പ് ചെയ്തു, 40 പോപ്പ് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ വാല്യൂ എന്താവും, ഒന്ന് കുറയും, ടോപ്പ് 2 ആവും. അടുത്തത് എന്താണ്, നമുക്ക് 30 പോപ്പ് ചെയ്യേണ്ടത്, അതിന് വേണ്ടി അപ്പോൾ എന്താവും, ടോപ്പ് 1 ആവും. അടുത്തത് നമുക്ക് 20 പോപ്പ് ചെയ്ത് ഒഴിവാക്കണം, അതിന് വേണ്ടിയിട്ട് എന്താവും, ടോപ്പ് ഈക്വൽ ടു 0 ആവും. അടുത്തത് നമുക്ക് 10 ഒഴിവാക്കേണ്ടത്, 10 ഒഴിവാക്കുമ്പോൾ എന്താണ്, ടോപ്പ് ഈക്വൽ ടു -1 ആയിരിക്കും. ആ -1 എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്താണ്, നമ്മുടെ സ്റ്റാക്ക് എംപ്റ്റി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ. മെയിനായിട്ട് നമ്മൾ പഠിച്ചത് സ്റ്റാക്ക് എന്ന് പറയുന്നത് ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അതുപോലെ അത് ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ലിഫോ സ്ട്രക്ചറാണ്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഔട്ട് ആക്കുന്നത്. അപ്പോൾ ലിഫോ എന്നുള്ള വേർഡ് മറക്കാതിരിക്കുക. സ്റ്റാക്ക് ആക്സസ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അതായത് ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ലിഫോ സ്ട്രക്ചറാണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് സ്റ്റാക്കിലും പുഷിലും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, പുഷ്, പോപ്പ്. പുഷ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാനും വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനും, അതുപോലെ പോപ്പ് എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാൻ, അതുപോലെ ഈസ് എംപ്റ്റി, ഈസ് ഫുള്ള്. അപ്പോൾ നമ്മൾ സ്റ്റാക്കിൻ്റെ പോപ്പിൻ്റെയും പുഷിൻ്റെയും ഒക്കെ വർക്കിംഗ് നമ്മൾ ഈ പിക്ചോറിയലായിട്ട് നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ പോപ്പിൻ്റെ ആൽഗോരിതം എന്ന് പറയുന്നത്. ആദ്യം സ്റ്റാർട്ട് ഇഫ് ടോപ്പ് ഈക്വൽ ടു 0 റൈറ്റ് അണ്ടർഫ്ലോ. അതായത് ടോപ്പ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, അതായത് അതിൻ്റെ അകത്ത് ഈസ് എംപ്റ്റി ആണെങ്കിൽ എന്താണ്, അണ്ടർഫ്ലോ നമ്മൾ കൊടുക്കും. അതിനുശേഷം സെറ്റ് ഐറ്റം ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് പോപ്പ്, നമുക്ക് പോപ്പ് എന്താണോ അത് നമ്മൾ കൊടുക്കും. ദെൻ ടോപ്പ് ഈക്വൽ ടു ടോപ്പ് -1, അതായത് ഓരോ ഇൻസ്ട്രക്ഷൻ കഴിയുന്നതിനനുസരിച്ച് ടോപ്പ് ഓരോന്നായിട്ട് ഡിക്രിമെൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി അടുത്ത ഡാറ്റ സ്ട്രക്ചറാണ് ക്യൂ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ സ്റ്റാക്ക് പോലെ തന്നെയുള്ള വേറൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് ക്യൂ എന്ന് പറയുന്നത്. എ ക്യൂ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് വിച്ച് എനേബിൾസ് ഇൻസേർട്ട് ഓപ്പറേഷൻ ടു ബി പെർഫോംഡ് അറ്റ് one and called rear and delete operation to be performed at another and called friend. അതായത് സ്റ്റാക്കിൽ ക്യൂവിന് സ്റ്റാക്ക് എന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാക്കിന് ഒരൊറ്റ എൻഡ് മാത്രമേ ഉള്ളൂ, ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത് ഒരൊറ്റ എൻഡിൽ കൂടിയാണ്. പക്ഷേ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, 2 എൻഡ് ഉണ്ടായിരിക്കും. അതായത് ഇൻസേർഷന് വേറെ എൻഡും അതുപോലെ ഡിലീഷന് വേറെ എൻഡും ഉണ്ടായിരിക്കും. അപ്പോൾ 1 and called rear, അതായത് ഇൻസേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻഡിനെ പറയുന്ന പേരാണ് റിയർ. അതുപോലെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻഡിന് പറയുന്ന പേരാണ് ഫ്രണ്ട്. അപ്പോൾ റിയറും ഫ്രണ്ടും നമ്മൾ സ്റ്റാക്കിൽ ഒരൊറ്റ എൻഡേ ഉള്ളൂ, അത് നമ്മൾ കണ്ടു. നമുക്ക് ക്യൂവിൽ 2 എൻഡ് ഉണ്ട്, ഈ 2 എൻഡിനും 2 പേരാണ്. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിയറും അതുപോലെ ഡിലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും. ക്യൂ ഈസ് റെഫേർഡ് ടു ബി ആസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിസ്റ്റ്. അതായത് നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ഫസ്റ്റ് നമുക്ക് ഔട്ട് ചെയ്യാൻ കഴിയും. നമുക്ക് ഏതാണോ ഫസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂ അതിനെ നമുക്ക് ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ക്യൂ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫിഫോ സ്ട്രക്ചറാണ്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. നമ്മൾ സ്റ്റാക്ക് ലിഫോ ആണ്, ക്യൂ ഫിഫോ ആണ്. സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ സ്റ്റാക്ക് ലിഫോ അതുപോലെ ക്യൂ ഫിഫോ, ഈ 2 പ്രിൻസിപ്പിൾസും മറക്കരുത്, മാറിപ്പോകരുത്. സ്റ്റാക്ക് ലിഫോ അതുപോലെ ക്യൂ ഫിഫോ. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ വെയിറ്റിംഗ് ഇൻ ലൈൻ ഫോർ എ റെയിൽ ടിക്കറ്റ് ഫ്രം എ ക്യൂ. നമുക്ക് ഈ ക്യൂവിൻ്റെ കാര്യം തന്നെ, ഒരു ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് നമ്മൾ എവിടെയെങ്കിലും ക്യൂ നിൽക്കുന്നതാണ്, ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാറ്റ സ്ട്രക്ചറിലും നടക്കുന്നത്.
അപ്പോൾ ആദ്യം പോകുന്ന ആൾക്കായിരിക്കും ആദ്യം നമുക്ക് എന്തെങ്കിലും ടിക്കറ്റ് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടുക, അല്ലാതെ ലാസ്റ്റ് നിൽക്കുന്ന ആൾക്കല്ല നമുക്ക് ഫസ്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് എന്തിൽ നടക്കുന്നത്, ക്യൂവിലും നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂവിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. 5 സൈസുള്ള ഒരു ക്യൂവിൻ്റെ ഒരു ബ്ലോക്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ലീനിയർ സ്ട്രക്ചർ തന്നെയാണ് ക്യൂവിനും ഉള്ളത്. പക്ഷേ എന്താണ്, 2 എൻഡ് ഉണ്ടായിരിക്കും. റിയർ എൻഡ് ഉണ്ടായിരിക്കും, ഫ്രണ്ട് എൻഡും ഉണ്ടായിരിക്കും. റിയർ എൻഡ് എന്തിനുള്ളതാണ്, നമുക്ക് ഇൻസേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡിലൂടെ ഇൻസേർഷനും നടക്കും, മറ്റൊരു സൈഡിലൂടെ എന്ത് നടക്കും, ഡിലീഷനും നടക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കും എന്താവുക, ഫസ്റ്റ് ഔട്ടാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത്. ക്യൂ ഫോളോ ചെയ്യുന്നത് ഫിഫോ പ്രിൻസിപ്പിളാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ ഇത് മറക്കാതിരിക്കുക, ഈ ഒരു പ്രിൻസിപ്പൾസ് മറക്കാതിരിക്കുക. ക്യൂന്നും സ്റ്റാക്കിൻ്റെയും ക്യൂവിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കുക. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരൊറ്റ എൻഡ് മാത്രമേ സ്റ്റാക്കിന് ഉണ്ടായിരിക്കുള്ളൂ, അതിൻ്റെ ഡിലീഷനും ഇൻസേർഷനും നടക്കുന്നത് ഒരൊറ്റ എൻഡിലൂടെയാണ്. ക്യൂ എന്ന് പറയുന്നത് ഫിഫോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. ഇതിന് ഇൻസേർഷൻ നടക്കാൻ വേറൊരു എൻഡ് ഉണ്ട്, ഡിലീഷൻ നടക്കാനും വേറൊരു എൻഡ് ഉണ്ട്. ഇൻസേർഷൻ നടക്കാനുള്ള എൻഡിൻ്റെ പേരാണ് റിയർ, അതുപോലെ ഡിലീഷൻ നടക്കാനുള്ള എൻഡിൻ്റെ പേരാണ് ഫ്രണ്ട്.